വെൽക്കം ടു വേർഡ് ആൻഡ് വിസ്ഡം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയാനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഏതെല്ലാം വിധത്തിൽ പറയാം എന്ന് നോക്കാം. എനിക്ക് എന്നെങ്ങനെ പറയാം? എന്നാൽ ഞാൻ, എനിക്ക് എന്ന അർത്ഥമുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, പഠിക്കുക എന്നത് ലേൺ എന്നറിയാം. ലേൺ, സ്റ്റഡി എന്നതിലുപരി ലേൺ എന്ന വാക്കാണ് ഉചിതം. എനിക്ക് ആഗ്രഹമുണ്ട്, വാണ്ട്, എന്ത്? ഇംഗ്ലീഷ് പഠിക്കാൻ. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. എന്നോടൊപ്പം പറഞ്ഞേ, ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. പെട്ടെന്ന് പറഞ്ഞേ, ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ മര്യാദയായി സംസാരിക്കാം. അതിന് വുഡ് എന്നുള്ള പദം ഉപയോഗിക്കുന്നു. വുഡ്. ഐ വുഡ് ലൈക്ക് എന്ന് ചേർക്കാം. എന്ത് പറയുന്നതിന് മുന്നേ ഇച്ചിരി കൂടെ മര്യാദ കാണിക്കണേ വുഡ് ലൈക്ക് എന്ന് ചേർക്കാം. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. വുഡ് എന്ന് ചുരുക്കി പറയാം. ഐഡ് ലൈക്ക്. ഐഡ് ലൈക്ക്. വുഡ് എന്ന് ഉച്ചരിക്കേണ്ടതില്ല. എന്നോടൊപ്പം പറഞ്ഞേ, ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഇത്ര നേരം കുറച്ചും കൂടെ ഇൻഫോർമൽ ആയിട്ടാണ് പറഞ്ഞത്. ഇനി ഇച്ചിരി ഫോർമൽ ആയിട്ട് പറഞ്ഞു നോക്കിയാലോ? എന്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റഡ്. ഐ ആം ഇൻട്രസ്റ്റഡ്. എന്നോടൊപ്പം പറയൂ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ. പറഞ്ഞേ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. മെച്ചപ്പെടുത്തുക. ഏത് വാക്കാണ്? ഇംപ്രൂവ്. എന്നോടൊപ്പം പറഞ്ഞേ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. പെട്ടെന്ന് പറഞ്ഞേ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയണ്ട. എങ്ങനെ പറയാം? ഇംഗ്ലീഷ്. പറഞ്ഞേ, ഇംഗ്ലീഷ്. ഒന്നുകൂടെ പറഞ്ഞാലോ? ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. എന്റെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്നെങ്ങനെ പറയാം? മൈ എന്നറിയാം അല്ലേ? ആശയ വിനിമയ കഴിവുകൾ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എന്റെ ആശയ വിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുക എന്നുള്ളത് ഏതാണ്? വിഷ്. വിഷ്. ആരാഗ്രഹിക്കുന്നു? ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞാലോ? ഐ വിഷ്. പറഞ്ഞേ, ഐ വിഷ് ടു എൻഹാൻസ്. മെച്ചപ്പെടുത്തുക എന്നാണ് എൻഹാൻസ്. പറഞ്ഞേ, ഐ വിഷ് ടു എൻഹാൻസ് മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒന്നുകൂടെ പറഞ്ഞേ, ഐ വിഷ് ടു എൻഹാൻസ് മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം ഞാൻ മെച്ചപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നു. പ്രാവീണ്യം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പ്രൊഫിഷ്യൻസി. എന്നോടൊപ്പം പറഞ്ഞേ, പ്രൊഫിഷ്യൻസി. പ്രൊഫിഷ്യൻസി. എന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം എങ്ങനെ പറയാം? മൈ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. പറഞ്ഞേ, മൈ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. എന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം മെച്ചപ്പെടുത്തുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. മൈ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നമുക്ക് ലാസ്റ്റ് പറയാമേ. ആദ്യം എങ്ങനെ പറയാം? മെച്ചപ്പെടുത്തുക, വികസിപ്പിക്കുക എന്നെങ്ങനെ പറയാം? എൻഹാൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഡെവലപ്പ് എന്ന് പറയാം. ഡെവലപ്പ് അല്ല, ഡെവലപ്പ്. പറഞ്ഞേ, ഡെവലപ്പ്. അപ്പൊ എങ്ങനെ പറയാം? I'd like to develop my English proficiency. എന്നോടൊപ്പം പറയൂ, I'd like. I would like എന്നാണ്. I'd like. I would like to develop my English proficiency. I would like എങ്ങനെ ചുരുക്കി പറയാം? I'd like. I'd like to develop my English proficiency. ഇച്ചിരി കൂടെ ഗോൾ ഓറിയന്റഡ് ആയി പറഞ്ഞാലോ? എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്നത്. ആ ലക്ഷ്യം കേന്ദ്രീകരിച്ചെന്ന് പറഞ്ഞാലോ? എന്റെ കരിയർ ഗ്രോത്തിന് വേണ്ടി ഞാൻ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കരിയർ ഗ്രോത്ത് നമുക്കറിയാം അല്ലേ? ജോലിയുടെ ഉയർച്ചയ്ക്കു വേണ്ടി. അതെങ്ങനെ പറയാം? ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ഫോർ മൈ കരിയർ ഗ്രോത്ത്. എന്നോടൊപ്പം പറഞ്ഞേ, ഐ
want to learn English for my career growth. അല്ലെങ്കിലോ I like to learn English for my career growth. I would like to learn English for my career growth. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നു. I want to be fluent in English. എന്നോടൊപ്പം പറഞ്ഞേ, I want to be fluent in English. അല്ലെങ്കിൽ എങ്ങനെ പറയാം? I'm learning English to communicate globally. എല്ലാ ആൾക്കാരോടും സംസാരിക്കുവാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ആഗോളപരമായി എന്നാണ് ഗ്ലോബലി എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയൂ. I'm learning English to communicate globally. I'm learning English to communicate globally. ഇന്ന് എന്താണ് പഠിച്ചത്? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം അല്ലേ? ആ ഒരു വാക്യം എങ്ങനെയെല്ലാം പ്രയോഗിക്കാം എന്നുള്ളത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു.